സമയം എത്ര അർജുനെ? നിനക്ക് വേണ്ടിട്ടാണല്ലോ ഇവിടെ ഇത്ര നേരം എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നേ. എന്തോ? ഓ എന്നാ പിന്നെ നമുക്കെങ്കിൽ തുടങ്ങിയേക്ക്. ഇനിയിപ്പോ ജോയിൻ ചെയ്യില്ലായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. വേഗം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് നോക്കി ഒന്നും കൂടി വായിച്ചു നോക്കുക കേട്ടോ. ചേച്ചി, ഈ പോളാറിനും നോൺ പോളാറിനും വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോൺ പോളാറും പോളാറും ഒന്നും കെമിസ്ട്രിയിലല്ല ഉണ്ണി നമ്മൾ പഠിക്കുന്നത്. അല്ല ചേച്ചി, അല്ല, ഫിസിക്സിലാണ്. ബട്ട് ഇങ്ങനെ ചോദിച്ചതാ. അത് എക്സാമിന് എഴുതിയപ്പോഴത്തേക്കും ഇതുപോലെ ഞാൻ എഴുതിയപ്പം കെമിസ്ട്രിയിലും ഫിസിക്സിലും 2 ഡെഫിനിഷൻ, 2 രീതിയിലാണ് അതല്ല പറയുന്നത്. കെമിസ്ട്രി അല്ലേ ചേച്ചി? കെമിസ്ട്രിയിൽ പറയുന്നത് മറ്റേ മൊമെന്റം ഫിസിക്സിലോ? ചേച്ചിയുടെ നെറ്റ് ശോകം കേട്ടോ. എനിക്ക് നല്ല നെറ്റ് ഉണ്ട്. എവിടുന്ന്? അതല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഫിസിക്സിലെ കാര്യമാണ് ചോദിക്കുന്നേ. ഫിസിക്സിൽ അന്ന് എക്സാമിന്റെ സമയത്ത് ടീച്ചർ ഒന്നും തന്നില്ല. ഞാൻ ഇതുവരെ ഹൈഡ്രജന്റെ ചാർജിന്റെ ഫിസിക്സിലാണെങ്കിൽ പോളാർ മോളിക്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് പ്ലസും മൈനസിനും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസിനെയാണ് പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. തന്നെയാണ് ഞാനും എഴുതിയത്. പക്ഷേ നമുക്ക് കമ്പോസിഷൻ ഒക്കെ തന്നു, അങ്ങനെ അല്ലാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണാവോ? എനിക്കറിയില്ല, ഞാൻ അയച്ചു തരാം. പിന്നെ ക്ലാസ് ഞാൻ വിളിച്ച് നോക്കിയാൽ മതി. നീ അയച്ചിട്ടേ. പക്ഷെ ടെക്സ്റ്റിൽ കിടക്കുന്ന ചാർജസ് സെപ്പറേറ്റ് ചെയ്യുന്നു, അല്ലാത്ത സെപ്പറേറ്റ് ആവുന്നില്ലെന്നും പറഞ്ഞു. അതിന് വേറെ എന്തെങ്കിലും ഡെഫിനിഷൻ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇങ്ങനെ പോയിന്റ് അല്ലാതെ? എന്നാ അതുകൊണ്ടായിരിക്കും. ഇത് പോളാറിനോ നോൺ പോളാറിനോ അങ്ങനെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നൊന്നും ഇല്ലടാ. വാട്ടർ ഒക്കെ പോളാർ മോളിക്യൂൾ ആണ്, ആൽക്കഹോൾ ഒക്കെ നോൺ പോളാർ ആണ്. പിന്നെ ഞാൻ നോക്കിയിട്ട് പറയാം. ഇനി തിരിഞ്ഞു പോയതുകൊണ്ടാണോ മാർക്കറിയാത്ത എനിക്ക് സംശയം ഉണ്ട് കേട്ടോ. അത് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ പറയാം. ശരിയാണ്. എങ്കിൽ നമുക്ക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം. അഭിഷേക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഒക്കെ ഓണാക്ക്. നമുക്ക് തുടങ്ങിയേക്കാം. ക്ലാസ്സിൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സെക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് കണ്ടക്ടിവിറ്റിയിലാണ് നമ്മൾ എന്താണ് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കപ്പാസിറ്റൻസ്, കപ്പാസിറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ടേമുകളൊക്കെ പഠിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തത്. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? 1 മോൾ ഇലക്ട്രോലൈറ്റിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന കറണ്ടിന്റെ എമൗണ്ട്, അതിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അഭിഷേക് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അഭിഷേക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അഭിഷേക് പോയോ? അർജുൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു അല്ലേ? മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ അഭിഷേകേ? ഓർക്കില്ല.
വെച്ചില്ലേ? ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതണം എന്ന് പറയുന്നതല്ലേ? നോക്കിട്ട് ഈ പുസ്തകം വായിച്ചില്ലേ? വായിച്ചു നോക്കിയില്ലേ? വായിച്ചു. മനസ്സിലായി വായിച്ചെന്ന്. കിട്ടി. അപ്പൊ ഇനി അടുത്ത കെമിസ്ട്രി ക്ലാസ് വെള്ളിയാഴ്ച കേട്ടോ. വെള്ളിയാഴ്ച വരുമ്പം ഈ പാഠം ഫുൾ പഠിച്ചു തീർക്കുന്ന എത്രയാണോ അവിടം വരെ കേട്ടോ. അഭിഷേക് ഫുൾ പഠിച്ചുകൊണ്ട് വന്നേക്കണേ. വെള്ളിയാഴ്ച വേണ്ട, ശനിയാഴ്ച. ശനിയാഴ്ച ആകുമ്പോ വെള്ളിയാഴ്ച രാത്രിയിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ലല്ലോ. എന്താ കിച്ചു മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ലാംഡ is equal to k into 1000/m. എം എന്നാ? മോളാരിറ്റി. കെ എന്നാ? കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടില്ല ജി, അത് നോക്കണം. ഇക്വേഷൻ കണ്ടക്ടിവിറ്റി. കെ കണ്ടക്ടിവിറ്റി. കണ്ടക്ടൻസ് കോൺസ്റ്റന്റ് അല്ലേ? കാപ്പ എന്ന് പറയുന്ന കെ ആണ്. ഓക്കെ, അപ്പൊ മറ്റേ എം എന്നായിരുന്നു? എം മൊളാരിറ്റി ആണ്, കോൺസെൻട്രേഷൻ കാണിക്കുന്ന. സോ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മോൾ ഇലക്ട്രോലൈറ്റിൽ കൂടി എന്തോരം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു അല്ലെ എന്തോരം കണ്ടക്ട് ചെയ്യും, അതിനാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ എം ആണ്. ലാംഡ എം, ഈ വി തലതിരിച്ചിടുന്ന ലാംഡയാണ്. വി തലതിരിച്ചിടുന്ന ലാംഡ. ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000, കെ ഇൻറ്റു 1000/m. ഓക്കെ, കെ ഇൻറ്റു 1000/m ആണ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, എന്തോ എനിക്ക് വോയിസ് എല്ലാവർക്കും ഞാൻ പറയുന്ന ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നില്ല. അല്ല, ഇത് ചേച്ചി അവിടെ പറഞ്ഞു രണ്ടുപേരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. അത് എന്തുവായത്? എല്ലാവർക്കും അങ്ങനെയാണോ? എന്റെ ചേച്ചി ചെറിയൊരു ലാഗ് ആണോ? പക്ഷെ ഇപ്പൊ അപ്പൊ കുഴപ്പമില്ല. നിങ്ങളുടെ കുഴപ്പം എന്റെ അല്ല. ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. ചേച്ചിക്ക് ചെറിയ ലാഗുണ്ട്. വലിയ ലാഗൊന്നും പറയില്ല, പക്ഷെ ചെറിയ ലാഗുണ്ട്. വോയിസ് ഒക്കെ കുറച്ചൊരു 2 സെക്കൻഡ് പറയണെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കണുണ്ടല്ലോ. അതുണ്ട്. അതന്നെ ഭാഗ്യം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല, ലാസ്റ്റ് കാണിക്കാം. ചോദ്യമൊക്കെ കഴിഞ്ഞിട്ട് സ്ക്രീൻ കാണിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അഭിഷേകിനോടാണ്. കോൺസെൻട്രേഷൻ കുറഞ്ഞ കണ്ടക്ടിവിറ്റിക്ക് കണ്ടക്ടൻസിന് എന്താ വ്യത്യാസം സംഭവിക്കുന്നത്? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് കണ്ടക്ടൻസിന് എന്താണ് വ്യത്യാസം വരുന്നത്? കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടൻസ്. കോൺസെൻട്രേഷൻ കുറയുമ്പം കണ്ടക്ടിവിറ്റി കൂടുവോ കുറയുവോ? അഭിഷേക് അപ്പി കണ്ടുപിടിക്കുമായിരിക്കും അവനിരുന്ന്. കൂടും. വൈ? എന്തുകൊണ്ട് കൂടും? എന്തുകൊണ്ട് കൂടും? വേഗം പറ. നീ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നോട്ടൊന്നും എഴുതി എടുത്തില്ലേ? നീ ഇവിടെയൊന്നും ഇല്ലായിരുന്നോ? എഴുതിയെടുത്തു. നീ കഴിഞ്ഞ ക്ലാസ്സിൽ ഉറങ്ങുമായിരുന്നാ? അല്ല, പിന്നെ നീ കൂടും കുറയും. പിന്നെ നീ റീസൺ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ടീച്ചർ റീസൺ? എന്തുകൊണ്ടാണ്? അല്ല, കണ്ടക്ടിവിറ്റി അല്ല, കോൺസെൻട്രേഷൻ കുറയുമ്പോ കണ്ടക്ടിവിറ്റി കുറയുവോ കൂടുവോ? കണ്ടക്ടിവിറ്റി കുറയും ചേച്ചി. എന്തുകൊണ്ടാ? ഞാൻ പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസസ്. അല്ലെങ്കിൽ വേറെ അല്ല, ഞാൻ വേറെ രീതി പറയച്ചേ. This is due to the fact that number of ions that carries current in a unit volume of solution always decreases with decrease in concentration. അതായത് എന്താണ് വോളിയം കൂട്ടുന്നതാണ് കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറയണം അല്ലേ? H2SO4 കോൺസെൻട്രേറ്റഡ് H2SO4നെ
നമ്മൾ ഡൈല്യൂട്ട് ആക്കുന്ന വെള്ളം ആഡ് ചെയ്ത് വോളിയം കൂട്ടുമല്ലേ, ഒരുപാട് വോളിയം കൂടുമ്പോൾ അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കുറയണം. ഇനി എന്താണ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി കുറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിക്ക് വരുന്ന വ്യത്യാസം എന്താ? കണ്ടക്ടിവിറ്റി കുറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിക്ക് വരുന്ന വ്യത്യാസം ഋഷിക്ക് പേടിച്ചു പോയിരിക്കുന്നു. ഓക്കെ, എന്നാ കിച്ചു പറഞ്ഞോ. കണ്ടക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിക്ക് വരുന്ന വ്യത്യാസം എന്താണ്? കൂടുവോ കുറയുവോ? അത് മോളാർ കണ്ടക്ടിവിറ്റി കൂടും ചേച്ചി. കൂടും. വൈ? എന്തുകൊണ്ട്? This is because of the total volume of solution containing 1 mole of electrolyte increases. ഇപ്പം ഞാനിവിടെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ശനിയാഴ്ചത്തേക്ക് മാറ്റിയേക്കുക. കാരണം നിങ്ങൾ ഏറെക്കുറെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. ശനിയാഴ്ച എല്ലാവരോടും ചോദ്യം ചോദിക്കുക കേട്ടോ, ഇതുവരെ പഠിച്ച എല്ലാവേ കേട്ടല്ല. നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. മോളാർ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കണ്ടോ അർജുൻ? ലാംഡ എം. വി തിരിച്ചിടുന്നതാണ് കേട്ടോ. ലാംഡ എം is equal to k into 1000 divided by m എന്നാണ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എഴുതിയെടുക്കുവാണോ? അത് നോട്ട് ഞാൻ അയച്ചിട്ടേക്കാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ അയച്ചില്ല, ഞാൻ ഈ ക്ലാസ്സിൽ എല്ലാം കൂടി ഇട്ട് അയച്ചു തന്നേക്കാം. ഓക്കെ, ലാംഡ എം എന്ന് പറഞ്ഞാൽ k into 1000 divided by m ആണ്. ഇനി നമ്മൾ എന്താണ് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ അനുസരിച്ച് കണ്ടക്ടിവിറ്റിക്ക് എന്താണ് വ്യത്യാസം വരുന്നത്, മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താണ് വ്യത്യാസം വരുന്നതെന്നാണ് പഠിച്ചത്. അപ്പം കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്തും കുറയും, മോളാർ കണ്ടക്ടിവിറ്റിയും കുറയും. എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് വോളിയം കൂട്ടുന്നതാണ് കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന പരിപാടി. വോളിയം ഭയങ്കരമായിട്ട് കൂടും. വോളിയം കൂടിക്കഴിഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിലെ അയോൺസിന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് അവിടുത്തെ കണ്ടക്ടിവിറ്റി കുറയണത്. ഈ ഒരു കാര്യം എക്സാമിന് ചോദിക്കുന്നതാണ്. വൈ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നത്. അതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കുറയുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്. എന്തുകൊണ്ടാണ്? വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഇലക്ട്രോലൈറ്റ്സ്, ഒരു മോളിലുള്ള ഇലക്ട്രോലൈറ്റിന്റെ 1 മോൾ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസ്. ഒരു മോൾ ഇലക്ട്രോലൈറ്റ് ഉള്ള എന്താണ് ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റിന്റെ വോളിയം കൂടും. നമ്മൾ പറഞ്ഞായിരുന്നു 1 മോൾ ഇലക്ട്രോലൈറ്റിനെ കണ്ടക്ട് ചെയ്ത് വിടുന്ന ഇലക്ട്രിസിറ്റിനാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു വോളിയത്തിലുള്ള നിശ്ചിത വോളിയത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ എണ്ണം വീണ്ടും കൂടുകയാണ്. അതുകൊണ്ടാണ് മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. മോളാർ കണ്ടക്ടിവിറ്റിനെ ലാംഡ എം എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ മോളാർ കണ്ടക്ടിവിറ്റി 0 ആയി പോകുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ലെറ്റർ വെച്ചിട്ടാണ്. ലാംഡ എം പൊക്കത്തൊരു 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇനി നമ്മൾ എന്താണ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുകയാണ്. ഇതിന് രണ്ടിനും രണ്ട് രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണ് നമ്മൾ ഡിബേ ഹക്കിൾ ഓൺസാഗർ ഇക്വേഷൻ യൂസ് ചെയ്യും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? ഡിബേ ഹക്കിൾ ഓൺസാഗർ ഇക്വേഷൻ. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ എന്താണെന്നുള്ളതും ചോദിക്കും. ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് എ ഇൻറ്റു റൂട്ട് സി. ഇക്വേഷൻ ഒക്കെ 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. എഴുതണം. ലാംഡ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ 0 എം എന്താണ് അഭിഷേകേ? ലാംഡ 0 എം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എ ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എ ഒരു കോൺസ്റ്റന്റ് ആണ്. സി എന്താണ് കിച്ചു? റൂട്ട് സി അല്ലേ ചേച്ചി? അത് കോൺസെൻട്രേഷൻ ആണ്. റൂട്ട് സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. എപ്പോഴും ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഡയഗ്രാം, അതായത് നമ്മളിങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് കോൺസെൻട്രേഷൻ, റൂട്ട് കോൺസെൻട്രേഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു
ഇൻവേഴ്സ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഇങ്ങനെ തലതിരിഞ്ഞു വരുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും. ഗ്രാഫ് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇത് നമുക്ക് എക്സ്പെരിമെന്റിൽ കിട്ടും. പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് കിട്ടില്ല. പകരം അവിടെ നമ്മൾ വേറൊരു റൂൾ ഉപയോഗിക്കും. ഏതാണ് ആ റൂള്? ഏതായിരുന്നു ആ റൂള് കിച്ചു? കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ ആണ് ചേച്ചി. നമ്മളിത് പറയാൻ കോൾറാഷസ് ലോ. മൈക്കോണൈറ്റ്. കോൾറാഷസ് ലോ എന്താണ്? സോ ഇവിടെ പറയുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ H2CO3, CH3COOH ഒക്കെ എന്താണ്? അസിറ്റിക് ആസിഡ് ഒക്കെ എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. സോ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവര് എന്താണ്? ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്തില്ല, അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ലാത്തവരെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവരുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഡിബെ ഹക്കിൾ ഓൺസാഗർ ലോ വെച്ച് നമ്മൾ ഇവരുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലാംഡായം മോളാർ കണ്ടക്ടിവിറ്റി കിട്ടത്തില്ല. ഓക്കെ, സോ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയല്ല? മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഡിബെ ഹക്കിൾ ഓൺസാഗർ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കുന്നത്? ഏത് റൂളാ? കോൾറാഷസ് റൂൾ ഉപയോഗിക്കുന്നത്. സ്പെല്ലിംഗ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കോൾറാഷസ് റൂൾ. KOHLRAUSCH. സ്പെല്ലിംഗ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ നന്നായിട്ട്. ഓക്കെ, ഈ റൂളിൽ എന്താണ് പറയണത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ കാറ്റയോൺ ആൻഡ് ആനയോൺ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെല്ലിൽ എടുക്കുന്ന ലിക്വിഡാണ് ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ പ്ലസ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോൺ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl. NaCl അയോൺസ് ഏതൊക്കെയാണ്? Na പ്ലസും Cl മൈനസും. സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl നമുക്ക് എങ്ങനെ എഴുതാം? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na പ്ലസ് പ്ലസ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl മൈനസ്. സോ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോണം, നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ആപ്ലിക്കേഷൻസ്. കോൾറാഷസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. കോൾറാഷസ് ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ടു ഡിറ്റർമൈൻ ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ. പിന്നെ എന്താണ്? പിന്നെ ഒരു കോൺസ്റ്റന്റ്, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ഒരു കോൾറാഷസ് ലോ യൂസ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ ആൽഫ എന്നാണ് പറയുന്നത്. ആൽഫ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ബൈ ലിമിറ്റഡ് മോളാർ കോൺസെൻട്രേഷൻ ആണ്. സോ ഇതൊക്കെ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കുന്നതാണ് കേട്ടോ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K ആണ്. K ഈസ് ഈക്വൽ ടു C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. സോ നമ്മുടെ പരിപാടി ഇതും കൊണ്ട് കഴിഞ്ഞില്ല. നമുക്ക് രണ്ട് പ്രോബ്ലം കൂടി ചെയ്യണം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെ നോക്കാം. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നമ്മൾ ഇവിടെ കോൾറാഷസ് ലോ പറഞ്ഞപ്പോ ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് അല്ലേ? നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സോ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. Calculate molar conductivity of acetic acid. Calculate molar conductivity of acetic acid. So ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും കേട്ടോ. അസിറ്റിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാ അഭിഷേകേ? അസിറ്റിക് ആസിഡ് അറിയില്ല ടീച്ചർ. ഹൈഡ്രോക്ലോറിക് അല്ല, സോറി. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അസിറ്റിക് ആസിഡ് എന്താ കിച്ചു? CH3CO. അസിറ്റിക്
ആസിഡ് ആരാണ്? CH3COOH ആണ് കേട്ടോ. CH3COOH ആണ്. ഓക്കെ, ഇനി താഴെ അതിന്റെ ഹിന്റ് ആയിട്ട് നമുക്ക് കുറച്ച് പോയിന്റും കൂടി തന്നിട്ടുണ്ട്. ഗിവൻ ദാറ്റ്, ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കേ. കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസിറ്റിക് ആസിഡ്. അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഗിവൻ ദാറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl ഈസ് ഈക്വൽ ടു, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നൊന്നും എഴുതണ്ട കേട്ടോ, λ0m എന്ന് എഴുതി വെച്ചാൽ മതിയേ. λ0m HCl ഈസ് ഈക്വൽ ടു 426 7 cm² mol raised to -1 s cm² mol raised to -1. പിന്നെ എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl തന്നിട്ടുണ്ട്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl തന്നിട്ടുണ്ട്. അതെത്രയാണ്? 126 s cm² mol raised to -1. പിന്നെന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COONA. സെം എന്ന് പറയുന്നത് മറ്റേ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. സീമെൻസ്, SIEMENS. നമ്മള് കണ്ടക്ടൻസിൽ പഠിച്ചായിരുന്നു. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് സീമെൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ് സീമെൻസ്. സോ ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തോ? നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? നമുക്ക് എന്തിനാണ് അവിടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl ഉം NaCl ഉം CH3CO എന്നൊക്കെ തന്നേക്കുന്നേ? സോ ഇത് കണ്ടുപിടിക്കാൻ ഒരു 2-3 സ്റ്റെപ്പുകളുണ്ട്. ഞാൻ ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യാവേ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തല്ലോ അല്ലേ? മാറ്റിക്കോട്ടെ. അഭിഷേക് എഴുതിയെടുത്തില്ലേ? അഭിഷേകിന്റെ വീഡിയോ ഓണല്ലോ, നിന്നെ കണ്ടിട്ട് കുറെ ആയല്ലോ. ഗുഡ് ബോയ്. അങ്ങനെ ഇരിക്കട്ടെ. സോ ഞാൻ ബോർഡ് ഷെയർ ചെയ്യാം. ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ട് ആയോ? ഞങ്ങൾ 3 ടീച്ചേഴ്സ് പഠിപ്പിക്കണം. കെമിസ്ട്രിയോ? ഫിസിക്സും ഇലക്ട്രോ കെമിസ്ട്രിയും പിന്നെ വേറെ ഏതോ പാഠം കൂടെ പഠിക്കുന്നുണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് ആയിരിക്കും 3ാമത്തെ പാഠം. അർജുനെ കെമിക്കൽ കൈനറ്റിക്സ് ആണോ പഠിപ്പിച്ചേ? സൊല്യൂഷനും കെമിക്കൽ സൊല്യൂഷൻ ഉണ്ട്. ഇന്റഗ്രേറ്റഡ് റേറ്റ് അതന്നെ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? λ0m ഓഫ് അസിറ്റിക് ആസിഡ്. അസിറ്റിക് ആസിഡിന്റെ ഫോർമുല എന്താണ്? CH3CONA. CH3COOH. ഇതാണ് അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചായിരുന്നു, അതായത് കൊളറാഷ്യസ് ലോയിൽ പഠിച്ചായിരുന്നു. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ, ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? എന്താന്നാ കിച്ചു പറഞ്ഞത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം is the sum of individual contributions of cations and anions of the electrolyte. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ CH3COOHലെ കാറ്റയോൺസും ആനയോൺസും ഏതാണ്? ഏതൊക്കെയാണ്? അർജുൻ പറഞ്ഞോ. CH3COH കാറ്റയോൺ ഏതാണ്? CH3COOHലെ കാറ്റയോൺ CH3COO- ആണ്, പ്ലസ് H+. ഇങ്ങനെയാണ് ഇവര് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അസിറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
CH3COO മൈനസും H പ്ലസും ആയിട്ടാണ്. ഓക്കെ, അഭിഷേക് എംപോസിഷൻ എഴുതുവാണോ? ടീച്ചർ എംപോസിഷൻ എഴുതുവാണോ? അല്ല എംപോസിഷൻ എഴുതുവാണോ? കെമിസ്ട്രി. ഓക്കെ, എഴുതിക്കോ. അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ കാറ്റയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് ആനയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഈ സ്റ്റെപ്പ് പിടികിട്ടിയല്ലോ. ഓക്കെ അല്ലേ? അസിറ്റിക് ആസിഡിന്റെ സാധാരണ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അസിറ്റിക് ആസിഡ് മാത്രമേ എടുത്ത് ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം. ഇതിപ്പം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കാര്യമാണ്. ഇനി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് CH3COO മൈനസ് H പ്ലസും തരുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏതാ? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഹിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. CH3COO Na എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഗിവൺ ദാറ്റ് HCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ. അതുപോലെ തന്നെ NaCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ. CH3COO Na സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ. സോ അത് ക്വസ്റ്റ്യനിൽ തന്നെ തരും. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള CH3COO മൈനസ് വരുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏതാ ഉള്ളത്? CH3COO Na ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കേട്ടോ. ഇനി നമ്മൾ എന്ത് എഴുതണം? ഇവന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇവന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാ വന്നെ? അഭിഷേക്, CH3COO എന്നയുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈ ഇക്വേഷന്റെ രീതിയിലാണ്. കൊളറാഷ്യസ് ലോ പ്രകാരം ആട്ടോ എഴുതേണ്ടത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇവിടുത്തെ കാറ്റയോൺ ഏതാ? CH3COO മൈനസ് തന്നെയല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവനെ എടുത്തത്. പ്ലസ് ആനയോൺ ഏതാ അർജുൻ? H പ്ലസ് ആണ്. ഇവിടെ H പ്ലസ് ആണോ ഉള്ളത്? Na. സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na പ്ലസ്. ഓക്കെ, സോ ആദ്യത്തെ ആളുടെ എഴുതി നമ്മൾ. CH3COO മൈനസ് സെയിം ആയിട്ട് വരുന്ന വേറൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ H പ്ലസ് സ്ട്രോങ് ആയിട്ട് വരുന്ന ആരെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഉണ്ടോ ഇച്ചു? HCl. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl. അതും കൂടി പറ. HClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലാംഡ m is equal to Cl minus plus Cl minus plus H plus എല്ലാം ലാംഡ m H plus അതന്നെ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl minus plus H plus. സോ നമ്മളിവിടെ ഇല്ല, കുഴപ്പമൊന്നുമില്ലടാ. എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. സം എടുക്കാനല്ലേ, തിരിച്ചു മറിച്ചിട്ട് കൂട്ടിയാലും സെയിം ആൻസർ അല്ലേ കിട്ടത്തുള്ളൂ. സോ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ എഴുതിയപ്പം നമുക്കിങ്ങനെ രണ്ട് വാല്യൂ കിട്ടി. അതായത് രണ്ട് ഇക്വേഷൻ നമ്മളിപ്പം എഴുതിയേക്കുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആണ്. നമ്മൾ ആദ്യം എന്നാ ചെയ്തത്? ഈ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനില് അസിറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എഴുതി. കണ്ടക്ടിവിറ്റിയിലുള്ള ആൾക്കാരുടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വരുന്നത് എഴുതി. ഓക്കെ, അങ്ങനെ നോക്കിക്കേ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COO മൈനസും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H പ്ലസ്, അതായത് ഈ മേളിൽ കിടക്കുന്ന ആളെ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെഴുതാം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3
COOH, അതായത് നമ്മുടെ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഇവന്മാരെ രണ്ടുപേരെയും പ്ലസ് ചെയ്യണം. അതായത് ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COONA, സോറി CH3COONA. അടുത്ത ആളാരാണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl. സോ ഇവന്മാരെ രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഈ അയോൺസിന്റെ വാല്യൂ കിട്ടും. ഈ രണ്ട് ഇക്വേഷനിലെ ഇവന്മാരെ ഈ രണ്ട് വാല്യൂസിനെ കൂട്ടുമ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസിന്റെ, അതായത് ഈ രണ്ട് വാല്യൂ എന്നാന്ന് കിട്ടും. അതായത് ഇവിടെ കിടക്കുന്ന ഈ ആൻസർ. ഓക്കെ, പിന്നെ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷന് വേറെ എക്സ്ട്രാ ആരാ ഉള്ളത്? Na പ്ലസും Cl- ഉണ്ടല്ലേ. Na പ്ലസും Cl- എക്സ്ട്രാ കിടക്കുന്ന ആൾക്കാരല്ലേ. നമുക്ക് ഇവന്മാരെ മാത്രം മതി, അവന്മാരെ വേണ്ട. പക്ഷെ നമ്മൾ കൂട്ടുമ്പോൾ ഇവന്മാരുടെ Na പ്ലസിന്റെയും Cl- കൂടി വാല്യൂ കിട്ടും. അത് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? Na പ്ലസിനെയും Cl- കൂടി കുറച്ചാൽ മതി. അതായത് ഇവരെ രണ്ടുപേരെയും NaCl, Na പ്ലസും Cl- കൂടി കൂടുക എന്ന് പറഞ്ഞാൽ NaCl ആണ്. അവന്മാരുടെ വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ രണ്ടുപേരുടെ മാത്രം വാല്യൂ കിട്ടും. ഈ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COOH ആണ്. ഈ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? മനസ്സിലായോ? അർജുന് മനസ്സിലായോ? കുറച്ച് കൺഫ്യൂസിങ് ആണ്. മനസ്സിലായോ? അതായത് ലാസ്റ്റ് എഴുതിയേക്കുന്ന സ്റ്റെപ്പ്, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COOH ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COONA പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl. ഈ ഒരു സ്റ്റെപ്പ് ഇത് എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? അഭിഷേകിന് പിടികിട്ടിയോ? മനസ്സിലായില്ലേ? നീ ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ, ഞാൻ ഒന്നുകൂടി പറയാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസിറ്റിക് ആസിഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊളറാഷ്യസ് ലോ പ്രകാരം ഇതിനെ ആദ്യം എന്താണ് ഡിസോസിയേറ്റ് ചെയ്ത് എഴുതി. അതായത് കാഥോഡ് അല്ലല്ലോ, കാറ്റയോൺ പ്ലസ് ആനയോൺ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോൺ എന്നാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് ക്ലിയർ ആണല്ലോ. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത ആൾക്കാർ, അതായത് CH3COO- H+, ഇവര് കോമൺ ആയിട്ട് വരുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏതാന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുണ്ടായിരുന്നു CH3COO- വരുന്നത് CH3COONA. NA ഉണ്ട്, H+ വരാനാണ് HCl ഉണ്ട്. സോ നമ്മൾ അവന്മാരെ ഇനി ഡിസോസിയേറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ ഇവന്മാരെ ഡിസോസിയേറ്റ് എഴുതിയപ്പോ എനിക്ക് കിട്ടി λ0m CH3COO- പ്ലസ് Na പ്ലസും ഇവിടെ ഒരു Cl- H+ കൂടിയാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് ഇവന്മാരെ മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അതായത് നമുക്ക് കിട്ടേണ്ട ആൻസർ ആയി. പക്ഷെ ഇവന്മാര് ഈ Na പ്ലസും Cl- നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. നമ്മൾ കൂട്ടുമ്പോൾ ഇവന്മാരുടെയും കൂടി വാല്യൂ വരും. അങ്ങനെ വാല്യൂ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കിട്ടുന്നതിന്റെ കൂടെ NaCl വാല്യൂ കുറയ്ക്കണം. ആഡ് ചെയ്തിട്ട് കിട്ടുന്നതിന്റെ കൂടെ NaCl വാല്യൂ കുറയ്ക്കണം. അതാണ് എഴുതി വെച്ചേക്കുന്നത്. λ0m CH3COONA പ്ലസ് λ0 HCl. ഇത്രയും മതി ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഇതിൽ എക്സ്ട്രാ കയറി വരുന്ന ആളാണ് NaCl. NaCl വാല്യൂ നമ്മൾ കുറയ്ക്കും. പിടികിട്ടിയോ? മനസ്സിലായോ? 2-3 ക്വസ്റ്റ്യൻ തരാം, അപ്പൊ പിന്നെ ചെയ്തത് ഓക്കെ ആയിക്കോളും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. CH3COONA മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ എത്രയാ? 91. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ് 91 പ്ലസ് HCl എത്രയാ? 426 മൈനസ് NaCl എത്രയാ? 126. സോ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എന്ത് CH3COOH എന്ന് പറയുന്നത്.
അസിറ്റിക് ആസിഡ്. സോ എത്ര കിട്ടും അത്? 391 S സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. സോ അസിറ്റിക് ആസിഡിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അസിറ്റിക് ആസിഡ് മാത്രമേ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. സോ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും. പിന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്ന ഹിന്റുകൾ മാറിന്നിരിക്കും. നമ്മുടെ HCl പകരം വേറെ എന്തെങ്കിലും H2SO4 വന്നാലും കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനത്തെ എന്താണ് ഇവിടെ തരുന്ന ഹിന്റുകൾ. ഇപ്പൊ നമുക്ക് CH3CONA HCl NaCl, അതിൽ നിങ്ങൾക്ക് വേറെ ഹിന്റുകളാവാം. ഓക്കെ, ഇതെങ്ങനെ വന്നാലും ചെയ്യാനുള്ള രീതി അസിറ്റിക് ആസിഡിന്റെ പഠിച്ചിരിക്കണം. ഇത് എഴുതിയെടുത്തോ? ഇത് എഴുതിയോ? ഇത് ഏതെങ്കിലും സ്റ്റെപ്പിൽ എഴുതിയത് തിരിയാതെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കിച്ചു എഴുതിയെടുത്തായിരുന്നോ? ഓക്കെ, നിങ്ങളെന്നാ എഴുതിയെടുത്തിട്ട് പറയണേ. അവസാനത്തെ വാല്യൂ എത്ര? 391 S സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. എഴുതിയോ അഭിഷേക്? അർജുൻ എഴുതി കഴിഞ്ഞോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, കൊൾകാഷ്യസ് ലോ വെച്ചിട്ടുള്ളത്. സെക്കൻഡ് ആപ്ലിക്കേഷൻ വരുന്ന സെക്കൻഡും തേർഡും ആപ്ലിക്കേഷൻ വരുന്നതാണ് ഇത്. സോ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. കണ്ടക്ടിവിറ്റി ഈ 3 സെറ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ 3 ആപ്ലിക്കേഷനും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നിച്ചായിരിക്കും ചോദിക്കുന്നത്. ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തുള്ളൂ. കണ്ടക്ടിവിറ്റി ഓഫ് 0.0241 molar acetic acid, conductivity of 0.00241 molar acetic acid. Solution is 7.896 into 10 raised to minus 5 is centimeter raised to -1. Calculate its molar conductivity in this solution. Calculate its molar conductivity in this solution. മോളാർ കണ്ടക്ടിവിറ്റി ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. If lambda 0m for acetic acid is 390.5 S centimeter square mole inverse, what would be its dissociation constant?
what would be its dissociation constant? സോ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ 3 പേരും? യെസ്. അപ്പൊ നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി ആണ്. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസിറ്റിക് ആസിഡ് കണ്ടുപിടിച്ചു. സെയിം കാര്യം അസിറ്റിക് ആസിഡിന്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയണത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. മോളാർ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? ഞാൻ സ്ക്രീൻ മാറ്റുവാണേ. ക്വസ്റ്റ്യൻ എഴുതിയല്ലോ അല്ലേ? മോളാർ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ കിച്ചു? ലാംഡ 0 ആണ് ചേച്ചി. ലാംഡ 0m ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ലാംഡ m വെറും ലാംഡ m. സോ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ. ലാംഡ m കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ വാല്യൂസ് തന്നേക്കുന്നേ? എന്തൊക്കെ വാല്യൂസാ അർജുൻ തന്നേക്കുന്നേ? ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കോൺസെൻട്രേഷൻ തന്നിട്ടില്ലേ? കോൺസെൻട്രേഷൻ എത്രയാ? 390. അത് കോൺസെൻട്രേഷൻ അല്ല, അത് മോളാർ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. നമ്മൾ 10 മിനിറ്റ് മുമ്പ് കണ്ടുപിടിച്ച സാധനത്തിന്റെ വാല്യൂ തന്നേക്കുന്നത്. നമുക്ക് 391 എന്നാ കിട്ടിയത്. ഇവർ 390.5 എന്ന് എഴുതിയേക്കുന്നതേ ഉള്ളൂ. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ എം, ക്യാപിറ്റൽ എം, മൊളാരിറ്റി. മൊളാരിറ്റി അല്ലേ? 0.00241. ഇതാണ് കോൺസെൻട്രേഷൻ കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എം, സ്മോൾ ലെറ്റർ എം ഒക്കെ വെച്ച് കാണിക്കുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. മൊളാരിറ്റി, മൊലാലിറ്റി അങ്ങനെയൊക്കെ പറയുന്ന ടേംസ് വെച്ചിട്ടാണ് കോൺസെൻട്രേഷൻ കാണിക്കുന്നത്. കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. മൊളാരിറ്റി, മൊലാലിറ്റി, മോൾ ഫ്രാക്ഷൻ, നോർമാലിറ്റി. ഓക്കെ, ഇനി എന്താണ് തന്നേക്കുന്നത്? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എത്രയാന്ന് തന്നിട്ടില്ലേ? എത്രയാണ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് കെ വെച്ചിട്ടാണ്. കെ അല്ല, കാപ്പ എന്നാണ് ശരിക്കും. എന്താ എത്രയാണ് അർജുൻ കണ്ടക്ടിവിറ്റി തന്നേക്കുന്നത്? 7.896 into 10 raised to യെസ്. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് എക്സ്ട്രാ തന്നേക്കുന്നത് ലാംഡ 0m ആണ്. അത് നമുക്ക് ഇപ്പൊ നിലവിൽ ക്വസ്റ്റ്യനിൽ 390.5 എന്ന് തന്നേക്കുന്നതുകൊണ്ട് അത് നമുക്ക് എടുക്കാം. ഓക്കെ, എന്താണ് വിച്ചു മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ലാംഡ 0m. ലാംഡ 0 അല്ല, ലാംഡ m. അറിയില്ല ചേച്ചി. എന്താ അഭിഷേകേ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ലാംഡ 0m is equal to എടാ ലാംഡ 0m അല്ലടാ, ലാംഡ m. K into 1000 divided by m. ഇതല്ലേ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ലാംഡ m is equal to k into 1000 divided by m. m എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ഈ എമ്മിനെയാണ് നമ്മളിവിടെ സി എന്നിട്ട് എഴുതിയേക്കുന്നത് കേട്ടോ. അത് വേണം എം എന്നാക്കിക്കൊള്ളുക. സോ ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പാടില്ലേ? യെസ്, എത്ര കിട്ടും നോക്കിക്കേ.
യെസ് 32.76 എന്നാണ് വന്നത്. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം കേട്ടാ. 32 കാൽക്കുലേറ്റർ ഒക്കെ അടുത്തിരിക്കുന്നുണ്ടോ? 76 മോളാർ കണ്ടക്ടിവിറ്റി ആണ്. യൂണിറ്റ് എന്താണ്? യെസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. ഓക്കെ, ഇനി സെക്കൻഡ് ആയിട്ട് എന്താണ് ചോദിച്ചേക്കുന്നത്? നമുക്ക് λ0 m of acetic acid be 39.5 s centimeter square mole inverse. What would be its dissociation constant? ഡിസോസിയേഷൻ കോൺസ്റ്റന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ് അഭിഷേക്? അഭിഷേക് എഴുതി കഴിഞ്ഞില്ലേ? എഴുതിയിട്ട് പറ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ K. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എന്താ കിച്ചു ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എനിക്കറിയില്ല ചേച്ചി, ഇത് റീഅറേഞ്ച് ചെയ്ത് പറഞ്ഞാൽ മതിയോ? എന്തോ ഈ ഇപ്പോൾ ഉള്ള ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് പറഞ്ഞാൽ മതിയോ? അല്ല, ഇപ്പോൾ ഇക്വേഷൻ ഈ കെയും 2 കെയും വേറെ വേറെ കെയാ. ഇത് കണ്ടക്ടിവിറ്റിയുടെ കെയാ. ഇതെന്താണ്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ K ആണ്. ഇത് കാപ്പ എന്ന് പറയുന്ന ലെറ്റർ ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് എടുത്തതാണ്, 3ാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട്. നോക്കിക്കേ, K = അഭിഷേകിന് കിട്ടിയോ? ഇല്ലേ, നിങ്ങൾ ആരും ഇതൊന്നും എഴുതിയെടുത്തില്ലേ? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K = C alpha square divided by 1 - alpha എന്നാണ്. C alpha square divided by 1 - alpha. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്നാ എഴുതിക്കോ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ K ആണ് കേട്ടോ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ K = C alpha square by 1 - alpha. സോ ഇവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്ന വേറൊരു ടൈം ആണ് ആൽഫ. ആൽഫ = λm divided by λ0 m. ഈ ഇക്വേഷനും കൂടി എഴുതുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ = λm divided by λ0 m. സോ λm ഈ 2 ഇക്വേഷൻ എഴുതിയെടുത്തല്ലോ അല്ലേ? λm ഉം λ0 m നമുക്ക് കിട്ടി. ആൽഫ കണ്ടുപിടിച്ചാലേ നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് അത് ആൽഫ കണ്ടുപിടിക്കാം. λm എത്രയായിരുന്നു? 32.76 ഡിവൈഡഡ് ബൈ λ0 m ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 390.5. എത്രയാണ്? .0083 0.00 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 0.083. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കോൺസെൻട്രേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.0024 ആണ്. അതാണ് 32.76 divided by 390. 0.00 ഒന്നുമില്ല, 0.03. അല്ല 0.083 അല്ലേ?
0.083 0.00 ഇല്ല. സോ ആൽഫ നമുക്ക് കിട്ടി. കോൺസെൻട്രേഷൻ നമുക്ക് എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാം. T എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.00241. ആൽഫ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ കോൺസ്റ്റന്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. വേഗം കണ്ടുപിടിക്കും. സോ ഇവിടെ വന്നത് 0.00. ചേച്ചി 9.766 ഒക്കെയാണോ? മൈക്ക് ഓഫ് ആണ്. 9.766 അങ്ങനെ വരുമോ? 9.76 ഇല്ലല്ല. എന്തായാലും കുറെ സീറോസ് കഴിഞ്ഞിട്ട് 1 കൂട്ടിയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുക. 1 സംതിങ് അല്ലെങ്കിൽ 1 പോയിന്റ്. സീറോസ് മാറ്റി കഴിഞ്ഞാൽ 1 പോയിന്റ് വെച്ച് വരും. സോ എന്റെ ആൻസർ കാൽക്കുലേറ്ററിൽ നോക്കി ബ്രാക്കറ്റ് ഒക്കെ ഇടേണ്ടടുത്ത്, അതായത് 1 മൈനസ് 0.083 ബ്രാക്കറ്റിലാണ് ഇടേണ്ടത്. കറക്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 1.81 യെസ് 1.881 ആണ്. ഇൻറ്റു 10 വല്ലതും ഉണ്ടോ? 10⁻⁻5. ഓക്കെ, കറക്റ്റ് ആണ്. 1.8 ഇൻറ്റു 10⁻⁻5 ആണ് കിട്ടേണ്ടത്. അത് വാല്യൂസ് നമ്മുടെ സയന്റിഫിക്കലി കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ കേട്ടോ. അഭിഷേകിന് കിട്ടിയോ 1.8 ഇൻറ്റു 10⁻⁻5? ഇല്ലെന്നാണ് പറഞ്ഞേ, കിട്ടിയെന്നാണോ പറഞ്ഞത്? കിട്ടി. ഓക്കെ, കിച്ചുവിന് കിട്ടിയോ? അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അല്ല ഈ 10 എത്ര? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ -5. 1 പോയിന്റ് ആണെങ്കിൽ മൈനസ്. ഇനി ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഒക്കെ മാറിയിട്ടുണ്ട് 10 മാറും. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ്, അതായത് ഇത് എന്ത് ലോയാണ്, കൊൾറാഷ്യസ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ആപ്ലിക്കേഷൻ എഴുതുന്നേ കഴിഞ്ഞ് കൂടുതൽ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. അസിറ്റിക് ആസിഡിന്റെ കാര്യം എന്തായാലും പഠിച്ചു വെച്ചേക്കണം. സോ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോലൈറ്റിക് സെൽ നമ്മൾ ആദ്യം നേരത്തെ ഒക്കെ പഠിച്ചത് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിരുന്നു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ എനർജി കൺവേർഷൻ എന്തായിരുന്നു? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ കൺവേർഷൻ എന്തായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ കെമിക്കൽ എനർജി ആക്കിയാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ച് ഒന്ന് എഴുതിയെടുത്തോ. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. Convert electrical energy into chemical energy.
ഓക്കെ, നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ മറ്റേ അലൂമിനിയം എക്സ്ട്രാക്ഷൻ ഒക്കെ ഇലക്ട്രോലൈറ്റിക് സെല്ല് വെച്ചിട്ടാണ്. ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഓർണമെന്റ്സ് ഒക്കെ പ്ലേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതിന്റെ സെല്ല് ഗാൽവാനിക് സെല്ല് വെച്ച് നോക്കുമ്പോൾ ഗാൽവാനിക് സെല്ലിന് 2 ബീക്കറൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലിന് ഒരൊറ്റ ബീക്കറേ ഉള്ളൂ. ഒരൊറ്റ ബീക്കറേ ഉള്ളൂ. നമുക്കിപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചിട്ടുള്ളത് എടുക്കാം. CuSO4. ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആണ് CuSO4. ഇവിടെ രണ്ട് റോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തൽക്കാലം 2ഉം കോപ്പർ റോഡാണ് എടുത്തേക്കുന്നത്. ആൻഡ് നമുക്കറിയാം ഇവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കണം. സോ ഇവിടെ സെല്ല് വെച്ച് കണക്ട് ചെയ്യണം. ഓക്കെ, പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെല്ലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇത് സെല്ലിന്റെ പോസിറ്റീവ് ആണ്. സോ ഇതാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ആനോടാണോ കാഥോടാണോ? ആനോടാണ്. ആനോടാണ്. ഇവിടെ നെഗറ്റീവ് കാഥോഡ്. സോ പോസിറ്റീവ് നെഗറ്റീവ് വെച്ചിട്ടല്ല നമ്മൾ ആനോടാണോ കാഥോഡാണെന്ന് പറയണം. അവിടെ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നടക്കണേന്ന് നോക്കിയിട്ടാണ് കേട്ടോ. മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമ്മൾ പഠിച്ചിരുന്ന LOAN, ആനോഡ്, N നെഗറ്റീവ് സൈൻ വരുന്ന ആനോഡാണ്. ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത് കാഥോഡാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ റിയാക്ഷൻ നമുക്ക് എഴുതി നോക്കാം. നമുക്കറിയാം ഈ സൊല്യൂഷൻ CuSO4 ആണ്. CuSO4നെ ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ കിച്ചു? Cu plus Cu2 plus Cu2 plus minus plus SO4 2 minus. Cu2 പ്ലസും SO4 2 മൈനസും ആണ് ഈ സൊല്യൂഷനിൽ നിറയുള്ളത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവ് ചാർജ് ഉള്ള ആള് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും, പോസിറ്റീവ് ചാർജ് ഉള്ള ആള് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ചാർജ് ആർക്കാണ്? Cu2 പ്ലസിനാണ്. Cu2 പ്ലസ് പോസിറ്റീവ് ഇലക്ട്രോഡിൽ പോയിട്ട് എന്ത് കാണിക്കും? നിലവിൽ 2 ഇലക്ട്രോൺ കുറവാണ്, അവൻ 2 ഇലക്ട്രോണെ മേടിക്കും. കോപ്പർ ആറ്റാണ് ഈ റോഡിലിരിക്കുന്ന, കോപ്പർ ആറ്റാണ്. കോപ്പർ ആറ്റിന് 2 ഇലക്ട്രോൺ അങ്ങ് വിട്ടുകൊടുക്കും. എന്നിട്ട് എന്താകും? Cu ആകും. ഓക്കെ, ഇവിടെ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ളയാള് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും. പക്ഷെ ഇവിടെ Cu2 പ്ലസ് ആണ്. 2 പ്ലസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കുറവാണ്. സോ അവന് എന്താണ്? 2 ഇലക്ട്രോൺ കിട്ടുവാണ് കേട്ടോ ചെയ്യുന്നത്. കുറഞ്ഞ ആൾക്ക് കിട്ടും, കൂടിയ ആള് കൊടുക്കും. അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ എഴുതുന്നത്. സോ Cu2 പ്ലസ് എന്ന് പറയുമ്പോഴേ 2 ഇലക്ട്രോൺ കുറവാണ്. അവന് എന്ത് ചെയ്യും? അവ 2 ഇലക്ട്രോണെ മേടിച്ച് Cu ആറ്റായിട്ട് മാറും. ഇലക്ട്രോണെ മേടിക്കുന്ന എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇലക്ട്രോണെ മേടിക്കുന്നത് റിഡക്ഷൻ ആണ്, ഓക്സിഡേഷൻ അല്ല, റിഡക്ഷൻ. സോ റിഡക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? കാഥോഡിലായിരിക്കും. സോ ഇതാണ് കാഥോഡ് റിയാക്ഷൻ. റിഡക്ഷൻ എപ്പോഴും എവിടെ നടക്കത്തുള്ളൂ? കാഥോഡിലാണ്. ഓക്കെ, ഇനി ആനോഡിൽ, അപ്പൊ ഇത് കാഥോഡ് റിയാക്ഷൻ ആണ്. ഇനി ആനോഡിലെ കാര്യം എങ്ങനെയായിരിക്കും? ആനോഡിൽ എങ്ങനെയായിരിക്കും അഭിഷേക്? ആനോഡിൽ ആരാ പോകുന്നത്? ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ്. ഇവിടെ നെഗറ്റീവ് ചാർജ് SO4 2 മൈനസിനാണ്. SO4 2 മൈനസ് ആയിരിക്കും എങ്ങോട്ട് പോകുന്നത്? ആനോഡിലോട്ട്. എങ്ങോട്ട് പോകുന്നത്? ആനോഡിലേക്ക് പോകും. ആനോഡിൽ പോയിട്ട് എന്നാ സംഭവിക്കും? ആനോഡിൽ പോയിട്ട് SO4 കേക്കാം. ആനോഡിലോട്ടാണ് പോകുന്നത്. ആനോഡിൽ പോയിട്ട് എന്താണ് സംഭവിക്കുക? SO4 2 മൈനസിനല്ല ഒന്നും സംഭവിക്കുന്നത്. പകരം ആർക്കാണ്? കോപ്പർ ആറ്റത്തിനാണ് കേട്ടോ. കോപ്പർ ആറ്റത്തിന് എന്ത് സംഭവിക്കും? കോപ്പർ ആറ്റം 2 ഇലക്ട്രോണെ മേടിക്കും, വിട്ടുകൊടുക്കും. ആറ്റം 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് Cu2 പ്ലസ് ആകും. സോ
Cu2++2 ഇലക്ട്രോൺ. അതായത് ഈ വിട്ട് കൊടുക്കുന്ന ആർക്കാണ്? SO4 2- അവന് 2 ഇലക്ട്രോൺ കൂടുതൽ, +2 ഇലക്ട്രോൺ. സോ ഇതാണ് അവിടുത്തെ, ഇത് വിട്ട് കൊടുക്കുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് ഇതാണ് അവിടുത്തെ ഓക്സിഡേഷൻ. ഓക്കെ. ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലും മറ്റേ ആദ്യത്തെ സെല്ല് ഇലക്ട്രോ കെമിക്കൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എഴുതാൻ ചോദിക്കും കേട്ടോ. സോ അവിടെ ആദ്യം എന്താണ് എഴുതേണ്ടത്? എനർജി കൺവേർഷൻ ആണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണ്. എന്തോ ഇത് എഴുതിയെടുക്കണോ? ഇത് അറിഞ്ഞിരുന്നാ മതി. ആനോടും കാതോടും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തു. അതായത് എഴുതേണ്ട കാര്യം ഞാൻ പറയാം, നിങ്ങൾ എഴുതിക്കോ. ഇലക്ട്രോലൈറ്റിക് സെൽ, എനർജി കൺവേർഷൻ എഴുതിയല്ലോ. ഓക്കെ. സോ ഇതുപോലെ ഒരു സെല്ല് വരയ്ക്കുക. അതായത് ഒരു ബീക്കർ, അതിനകത്ത് CuSO4 ആണ്. അതുപോലെ തന്നെ 2 റോഡുണ്ട്. രണ്ടും കോപ്പർ റോഡാണ് കേട്ടോ, സെപ്പറേറ്റ് റോഡല്ല, കോപ്പർ റോഡ് തന്നെയാണ്. അതിനെ ഒരു സെല്ല് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ കാഥോഡ് റിയാക്ഷൻ. കാഥോഡ് റിയാക്ഷൻ എന്തായിരിക്കും? Cu2++2 ഇലക്ട്രോൺ gives Cu. 2 മേടിക്കുന്നതാണ് റിഡക്ഷൻ. സോ കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. ആനോഡിൽ എന്താണ്? Cu gives Cu2++2 ഇലക്ട്രോൺ. Cu2+ ആയി മാറും. ആറ്റം അയോൺ ആയിട്ട് മാറുവാണ് ചെയ്യുന്നത്. എഴുതിയോ? ഇനിയിപ്പൊ നമുക്ക് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മോൾട്ടൺ NaCl, അതുപോലെ തന്നെ NaCl സൊല്യൂഷൻ, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ. സോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഇവിടം വരെയുള്ള പോർഷൻസ് പഠിച്ചുകൊണ്ട് വരണം. ഇന്ന് അധികം ഒന്നും പഠിച്ചിട്ടില്ല, ആകെപ്പാടെ 2 പ്രോബ്ലവും ചെയ്ത് ഈ സംഭവം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നേരത്തെ അറിയാവുന്നതാണ്. ഇനി ഇത് വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. 2-3 ക്വസ്റ്റ്യൻസും കൂടി ഹോംവർക്ക് ആയിട്ടുള്ളത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ചെയ്ത് എനിക്ക് വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച അയച്ചാൽ മതി. എന്തോ? താങ്ക് യു പറഞ്ഞ പോവാണോ? അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്ക്, എനിക്കിങ്ങ് അയച്ചു തന്നേക്കണം കേട്ടല്ല 3 പേരും. നോട്ട് ഞാൻ അയച്ചേക്കാം, നോട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഇതുവരെയുള്ളത് ഫുള്ളായിട്ട് അയച്ചേക്കാം. സോ കേട്ടല്ലോ അഭിഷേക്, അടുത്ത ക്ലാസ്സിൽ ശനിയാഴ്ച എല്ലാം ഞാൻ ചോദ്യം ചോദിക്കും. ഓക്കെ. ശരി എന്നാ, ഓക്കെ ബൈ.